ജർമ്മനിയിൽ ഒരു കാർ വാങ്ങുമ്പോൾ ഇതറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ആയിരക്കണക്കിന് യൂറോയുടെ നഷ്ടമായിരിക്കും. കാരണം ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങളോട് പറയുന്നതാണ്. ഏതൊരു മലയാളിയുടെയും സ്വപ്നമായിരിക്കും ഒരു കാർ വാങ്ങുക എന്നത്. അതിന് ജർമ്മനിയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഈസി അല്ല ജർമ്മനിയിൽ ഒരു കാർ വാങ്ങുക എന്നത്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് ജർമ്മനിയിൽ ഒരു കാർ എങ്ങനെ വാങ്ങാം എന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളോട് പറയാം. ഇതിപ്പോൾ ഞാനൊരു കാർ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെ ഇതിന് ഔട്ടോ ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ക്ലൗഡ് മല്ലു ഒരു ഫാമിലി വ്ളോഗ് ചാനലാണ്. നമ്മുടെ മറ്റു വീഡിയോസും കയറി ഒന്ന് കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയണം. അപ്പോൾ നമ്മുടെ കൂടെ കൂടണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു ക്ലൗഡ് മല്ലു. ഐ എം ചാൾസ്. നമ്മുടെ നാട്ടിലൊരു യൂസ്ഡ് കാർ മേടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പോയി കാർ നോക്കും, നമുക്ക് കാർ ഇഷ്ടപ്പെട്ടെങ്കിൽ പൈസ കൊടുക്കും, ഒരു സെയിൽ ലെറ്റർ എഴുതും, കാറും കൊണ്ട് പോരും, പിന്നെ നമ്മളത് പേര് മാറ്റിയെടുക്കും. എന്നാൽ ആ പ്രോസസ്സ് ജർമ്മനിയിൽ അത്ര ഈസി അല്ല. അതൊരു ലെങ്തി പ്രോസസ്സാണ്. അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു കാർ സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു ബജറ്റ് ഡിഫൈൻ ചെയ്യണം. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്ര യൂറോ ഒരു കാറിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റും അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇവിടെ ഞാനൊരു ടിപ്പ് പറയാം. കാറിൻ്റെ വിലയും പെട്രോൾ അടിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, പിന്നെ ടാക്സ്, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 2000 മുതൽ 2500 യൂറോ വരെ ഇയർലി നിങ്ങളൊരു കാറിന് വേണ്ടി മാറ്റി വെക്കണം. പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, അവർ കയ്യിലുള്ള പൈസ മൊത്തം കൊടുത്തൊരു കാർ മേടിക്കും, അല്ലെങ്കിൽ ബാക്കി ലോണും കൂടി എടുത്തൊരു കാർ മേടിക്കും. പക്ഷേ ഈ വരുന്ന പൈസ അവർ കാൽക്കുലേറ്റ് ചെയ്യില്ല. പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് ടൈപ്പ് കാറാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്കൊരു സഡാൻ വേണോ, നിങ്ങൾക്കൊരു SUV വേണോ, നിങ്ങൾക്കൊരു സ്റ്റേഷൻ വാഗൺ വേണോ, ഏത് കാറാണ് വേണ്ടത്? ജർമ്മൻസ് സാധാരണ പറയുന്നത് ഇവിടുത്തെ റോഡുകൾക്കും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിനും ചേരുന്നത് കോമ്പി അഥവാ സ്റ്റേഷൻ വാഗനാണെന്ന്. പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഇതനുസരിച്ചും നിങ്ങൾ കാർ ഏതാ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അടുത്തതായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാർ നിങ്ങൾ ഓൺലൈനിൽ നോക്കണം. അതിനായിട്ട് മെയിൻലി 3 ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ 3 വെബ്സൈറ്റാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത് പറയുന്നത് mobile.de, രണ്ടാമത് autoscout.de, മൂന്നാമത് നമ്മുടെ നാട്ടിലെ OLX ഇല്ലേ, അതുപോലെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ക്ലൈൻ ആൻഡ് സൈഗൻ, eBay ക്ലൈൻ ആൻഡ് സൈഗൻ. 3ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കയറി നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ അകത്ത് ഫിൽറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത്, എത്ര പഴക്കമുള്ള വണ്ടിയാണ് നോക്കുന്നത്, ഇനി ഏത് മേക്കിൻ്റെ വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഏത് ദൂരെ നിങ്ങൾ എവിടെയാണോ ജർമ്മനിയിൽ താമസിക്കുന്നത് ഇതിന് എത്ര ചുറ്റളവിലുള്ള വണ്ടികൾ നിങ്ങൾക്ക് വേണം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്കൊരു 5 വർഷത്തേക്ക് ഒരു ഗ്യാരണ്ടി കിട്ടുവാണെങ്കിൽ നിങ്ങൾ സർവീസിന് വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് തന്നെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാറണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഒരു 150 അല്ലെങ്കിൽ 200 കിലോമീറ്ററിനുള്ളിലുള്ള വണ്ടി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. എനിക്ക് 5 വർഷത്തേക്ക് ഗ്യാരണ്ടി കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ നോക്കണം. ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വണ്ടി നിങ്ങളുടെ അടുത്ത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട്, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഭാവിയിൽ ഒരു വണ്ടി വരുവാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതൊരു കൂൾ തിങ് അല്ലേ? ഓക്കെ, അടുത്തത് നിങ്ങൾക്കൊരു വണ്ടി കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ആ ആഡ് ആരാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഇൻഡിവിജ്വൽ ആണോ, അതിനിവിടെ പറയുന്നത് പ്രിവാറ്റ് അൺബീറ്റർ ആണോ, എന്ന് വെച്ചാൽ പ്രൈവറ്റ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഒരു ഔട്ടോ ഹൗസ്, നമ്മുടെ ഇപ്പോൾ കാണുന്ന ഇതുപോലുള്ള ഒരു ഔട്ടോ ഹൗസ് ആണോ, എന്ന് വെച്ചാൽ ഷോറൂമുകാരാണോ വണ്ടി ഇട്ടിരിക്കുന്നത് എന്ന് നോക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ ആ ഇട്ടിരിക്കുന്ന ആളുടെ ഫോൺ നമ്പറോ കാണും. നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ പറയുക ഇത് ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ചോദിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ വണ്ടിക്ക് എത്ര നാൾ കൂടി ഇനി ടുഫ് വാലിഡിറ്റി, ടുഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടെസ്റ്റിന് കൊണ്ടുപോകില്ലേ 5 വർഷം കൂടുമ്പോൾ വണ്ടി, അതിന് ഇവിടെ പറയുന്നതാണ് ടുഫ് ഇൻസ്പെക്ഷൻ. നമ്മൾ ഇതിൻ്റെ എത്ര നാൾ വാലിഡിറ്റി ഉണ്ടെന്ന് നോക്കണം. ഒരു 6 മാസത്തിൽ താഴെയാണെങ്കിൽ നമ്മൾ ആ വണ്ടി പ്രൈവറ്റ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് എടുക്കരുത്. ഇനി ഷോറൂമുകാരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ 6 മാസത്തിൽ താഴെയാണെങ്കിൽ അവർ പുതിയ ടെസ്റ്റ് എടുത്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് 2 വർഷം കൂടുമ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇനി 2 വർഷത്തേക്ക് നിങ്ങൾക്ക് വേറെ ടെൻഷൻ ഉണ്ടായിരിക്കില്ല. അത് മെയിൻ കാര്യമാണ്. രണ്ടാമത് നിങ്ങൾ ചോദിക്കേണ്ടത് ഇതിന് മെയിൻ്റനൻസ് റെക്കോർഡ്, സർവീസ് ഹെഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബുക്കുണ്ടല്ലോ, അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്ത വണ്ടിയാണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ജർമ്മനിയിൽ നിങ്ങളിപ്പോൾ ഒരു 3000 രൂപയിൽ താഴെയുള്ള ഒരു വണ്ടി, 3000 യൂറോയിൽ താഴെയുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നോ നിങ്ങൾക്ക് മേടിക്കാം. അല്ലാതെ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിക്കരുത്. കാരണം ആ വണ്ടീനേക്കാളും കൂടുതൽ പൈസയായിരിക്കും നിങ്ങൾ ആ വണ്ടി പണിയാൻ വേണ്ടിയിട്ട് ഇവിടെ ചിലവാകുന്നത്. നിങ്ങളുടെ കുടുംബം വെളുക്കും എന്ന് പറയില്ലേ, അതുപോലെ
അതുപോലെ തന്നെ സംഭവിക്കും. കാരണം എന്താണെന്ന് വെച്ചാണ്ടല്ലോ, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ചെറുതായിട്ടൊന്ന് വണ്ടി ശരിയാക്കി എടുക്കാനൊന്നും പറ്റില്ല. ഇവിടെ നല്ല ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങളുടെ അത്രയും നമ്മൾ ഔട്ടോ ടൈല് എന്ന് വെച്ചാൽ നമ്മുടെ സ്പെയർ പാർട്സിൻ്റെ അത്രയും തന്നെ പൈസ വരും നമ്മുടെ ലേബർ കോസ്റ്റിനും. അപ്പം നല്ല പൈസ വരും. നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം. നിങ്ങളൊരു വണ്ടി മേടിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പിന്നീട് ഉറപ്പായിട്ട് ഓർക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയുക, എനിക്ക് വണ്ടിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം. അതിനിവിടെ പറയുന്നത് ടെർമിൻ തരണം. എനിക്ക് വണ്ടി വന്നൊന്ന് കാണാനായിട്ടും പിന്നെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ടും എനിക്കിവിടെ ഒരു അപ്പോയിൻമെൻറ്റ് തരണമെന്ന് പറയണം. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറയും, ഓക്കെ നിങ്ങൾക്ക് എപ്പോഴാണ് പറ്റുന്നത്, ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് തരാം. ഇമെയിലിലോ അല്ലെങ്കിൽ ഫോണിൽ കൂടിയോ നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക. ഇനി നിങ്ങൾ ഈ അപ്പോയിൻമെൻറ്റിന് പോകില്ലേ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ID കാർഡിൻ്റെ ഒരു കോപ്പി, പിന്നെ നിങ്ങളുടെ 3 മാസത്തെ സാലറി സ്ലിപ്പ് ഇത് കയ്യിൽ വെച്ചേക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി വണ്ടി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ഈ ഡോക്യുമെൻ്റ് ഉറപ്പായിട്ടും ആവശ്യം വരും. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ വണ്ടി കാണാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രൊബേ ഫാർട്ട് അഥവാ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് അറിയാമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന ഒരു ഫ്രണ്ടിനെ കൊണ്ട് പോവുക. കാരണം പ്രൈവറ്റ് ആൾക്കാരുടെ അടുത്താണ് വണ്ടി മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം മേടിക്കാൻ. അപ്പോൾ ഇതുപോലുള്ളൊരു ഷോറൂമിൽ നിന്നാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒത്തിരി ചെക്ക് ചെയ്യേണ്ട, അവർ തന്നെ കുറച്ച് നാളത്തെ ഗ്യാരണ്ടിയൊക്കെ തരും. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ ഔട്ടോ ബാനുകളിൽ നിങ്ങൾ വണ്ടി കൊണ്ടുപോവുക. എന്ന് വെച്ചാൽ ഹൈവേസിൽ കൊണ്ടുപോവുക, നല്ല സ്പീഡിൽ ഓടിക്കുക. വണ്ടിയുടെ എഞ്ചിനിൽ നിന്ന് എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ വണ്ടി നന്നായിട്ട് ത്രോട്ടിലൊക്കെ എടുക്കുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ നോക്കുക. ബോഡി ക്വാളിറ്റി നോക്കുക. ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇനി ചെന്നിട്ട് ഒരു ചെറിയ നെഗോസിയേഷൻസ് ട്രൈ ചെയ്യുക. ഇതുപോലുള്ള ഷോറൂമുകളിൽ നിന്നാണ് നിങ്ങൾ വണ്ടി മേടിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒരു നെഗോസിയേഷനും നടക്കില്ല. അവരൊരു ഫിക്സഡ് വില ഇട്ടിട്ടുണ്ടായിരിക്കും. ഇത്ര നാൾ കൊണ്ട് ആ വണ്ടി വിറ്റ് പോയില്ലെങ്കിൽ വില അവർ കുറച്ചുകൂടി കുറയ്ക്കും. അല്ലാണ്ട് അവർ കൂടുതൽ നെഗോസിയേഷനൊന്നും അവർ നിന്ന് തരില്ല. ഇനി പ്രൈവറ്റ് ആൾക്കാരുടെ അടുത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ജർമ്മൻ അറിയാവുന്ന ഒരാളെ കൊണ്ട് പോവുക. അവർ നന്നായിട്ട് സംസാരിച്ച് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി മേടിക്കാൻ പറ്റും. ഇനി ഷോറൂമിൽ നിന്നാണ് നിങ്ങൾ വണ്ടി മേടിക്കുന്നതെങ്കിൽ പ്രൈസിൽ കുറയില്ല. പക്ഷേ നമുക്ക് ഇവിടെ നിങ്ങൾക്കൊരു ടിപ്പ് തരാം. നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര നാളത്തേക്കുള്ള ഗ്യാരണ്ടി കിട്ടും. ഗ്യാരണ്ടി നിങ്ങൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാൻ പറ്റും. അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് പൈസ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ പ്രൈസിന് ഗ്യാരണ്ടി കൂടി ഒരു 2 കൊല്ലത്തേക്കോ 3 കൊല്ലത്തേക്കോ 5 കൊല്ലം വരെ കിട്ടും, ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ, പൈസ ഇല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെയായിട്ടൊന്ന് തരാൻ പറ്റുമോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സമ്മർ ടയേഴ്സും വിൻ്റർ റൈഫൻ അല്ലെങ്കിൽ വിൻ്റർ ടയേഴ്സും ഉണ്ടല്ലോ. അപ്പോൾ വിൻ്റർ ടയേഴ്സ് ഇതിൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫ്രീ ആയിട്ട് തരാൻ പറ്റുമോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസ്, ആനുവൽ സർവീസ് ഒരു 2-3 സർവീസ് ഫ്രീ ആയിട്ട് കിട്ടുമോ, ഇതൊക്കെ ചോദിച്ചു നോക്കുക. കിട്ടിയാൽ നിങ്ങൾക്ക് ബോണസാണ്, ചോദിച്ചാൽ എന്താ പോയാൽ ഇത് അല്ല കിട്ടിയാൽ ഊട്ടി എന്ന് പറയില്ലേ, അതുപോലെയാണ്. ഒന്ന് ചോദിച്ചു നോക്കുക. ഇനി നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, വില കൊണ്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങളൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം. അവരുടെ അടുത്ത് പറയുമ്പോൾ അവരൊരു കോൺട്രാക്റ്റ് തരും, നിങ്ങൾ സൈൻ ചെയ്യുക. അപ്പോൾ അതോടുകൂടി നിങ്ങൾ വണ്ടി ഫിക്സ് ചെയ്തു. സോ നിങ്ങൾ വണ്ടി മേടിക്കാനായിട്ടുള്ള സെയിൽസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണ്ടത് വണ്ടി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പേരിലാക്കി മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ നാട്ടിൽ RC ബുക്കില്ലേ, അതുപോലെ ഉള്ള ഒരു പേപ്പറല്ല, ഇവിടെ 2 പേപ്പറുണ്ട്. അതിന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ പേപ്പർ നമ്പർ 1, പേപ്പർ നമ്പർ 2. പേപ്പർ നമ്പർ 1 മാത്രമാണ് എൻ്റെ കയ്യിലുള്ളൂ. കാരണം പേപ്പർ നമ്പർ 1 മാത്രമാണ് നമ്മളിപ്പോൾ വണ്ടിയിൽ വെക്കുകയുള്ളൂ. മറ്റേ 2 പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വണ്ടി മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ 2 പേപ്പറുണ്ട്. ഈ 2 പേപ്പറും നിങ്ങൾക്ക് ഈ പറയുന്ന ആരാണോ നിങ്ങൾക്ക് വണ്ടി വിൽക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കണം. ഫുൾ പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇല്ല നിങ്ങൾ ലോണാണ് എടുക്കുന്നത്, ഫിനാൻസിയറൻ ചെയ്യാൻ എന്ന് വെച്ചാൽ ഫിനാൻസ് എടുക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളിവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ഷോറൂമിൽ നിന്നാണ് വണ്ടി മേടിക്കുന്നെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക, എനിക്ക് ഇത്ര രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ തരുന്നു, ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് തരുന്നു, ബാക്കിയുള്ളത് എനിക്ക് ലോൺ എടുക്കണം എന്ന് പറയുമ്പോൾ അവർ തന്നെ നോക്കും അവരുടെ സിസ്റ്റത്തിൽ ഏത് ബാങ്കാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന് എത്ര സിൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരും, ഈ കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ പറയുക ഇതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരാമോ എന്ന്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ടിപ്പുണ്ട്, ഇതും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ വിളിച്ചൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ നേരിട്ട് പോവുക. ഇവിടെയും സാലറി സ്ലിപ്പും നിങ്ങളുടെ ID പ്രൂഫൊക്കെ ആയിട്ട് പോവുക. എന്നിട്ട് അവരുടെ അടുത്ത് പറയുക ഞാൻ ഇതുപോലെ ഒരു വണ്ടി മേടിക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ എനിക്കൊന്നൊരു ലോൺ കിട്ടുമോ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ, എത്ര രൂപയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്, എത്ര നാൾ കൊണ്ട് അടയ്ക്കാം, ഈ കാര്യങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുക. നിങ്ങളുടെ ബാങ്കാണ് ബെറ്ററെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് എടുക്കുക, അല്ല ഷോറൂം തന്ന ഇതാണ് ബെറ്ററെങ്കിൽ ഷോറൂമുകാരുടെ അടുത്തുനിന്ന് എടുക്കുക.
ഇനി നിങ്ങളുടെ പൈസ കാര്യങ്ങൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയി. അടുത്തത് നിങ്ങൾക്ക് വേണ്ടതാണ് ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസ് എടുക്കുന്നത് ഇവിടെ ഒത്തിരി കമ്പനികളുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഹുക്കി എന്നാണ്, അല്ലെങ്കിൽ അലിയൻസ് ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കണം. അതിന് നിങ്ങൾ പോകണമെന്നില്ല. നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ ഇൻ്റർനെറ്റിൽ കൂടെ തന്നെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. പക്ഷേ ഇനി നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ഓഫീസിൽ പോകുന്നതാണ് സൗകര്യമെങ്കിൽ നിങ്ങൾ നേരെ ചെല്ലുക. ഞാൻ ഇങ്ങനെ ഒരു വണ്ടി മേടിച്ചു, ഇതാണ് അതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ കോപ്പി, എനിക്കൊരു ഇൻഷുറൻസ് എടുക്കണം, കായ്ഫ്സെറ്റ് ഫെസിഷറും എന്ന് വെച്ചാൽ ഔട്ടോ ഇൻഷുറൻസ് ഇവിടെ എടുക്കണമെന്ന് പറയുക. അപ്പം അവർ പറയും ഓക്കെ, നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ ഫില്ല് ചെയ്യും, എന്നിട്ട് നിങ്ങളുടെ ഇൻഷുറൻസ് ഓക്കെ ആവും. അപ്പോൾ അവർ നിങ്ങൾക്കൊരു നമ്പർ തരും. ആ നമ്പറാണ് AVB EVB നമ്പർ. അത് ഇലക്ട്രോണിക് ഫെസിഷറും എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഇൻഷുറൻസ് നമ്പറാണത്. ഈ നമ്പർ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ കാറ് രജിസ്റ്റർ ചെയ്തെടുക്കണമെങ്കിൽ. ഇനി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾക്ക് TÜV ഇൻസ്പെക്ഷൻ അഥവാ ടെസ്റ്റ് എത്ര നാളും കൂടി ഉണ്ട്, ഞാനത് പറഞ്ഞില്ലായിരുന്നു. ആ ടെസ്റ്റ് ഇത്ര നാളും കൂടി ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു പേപ്പറുണ്ട്. നിങ്ങളുടെ വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് ടെസ്റ്റ് പാസ്സായതാണെന്നുള്ളതിൻ്റെ ഒരു പേപ്പറുണ്ട്. ആ പേപ്പർ വേണം. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ നമ്പർ വേണം. പിന്നെ നമ്മുടെ സെയിൽസ് കോൺട്രാക്റ്റ് വേണം. പിന്നെ നിങ്ങളുടെ ID പ്രൂഫിൻ്റെ കോപ്പി വേണം. ഇതെല്ലാമായിട്ട് നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ രജിസ്ട്രേഷൻ ഓഫീസ് സൂലാസുങ് സ്റ്റെല്ലെ എന്ന് പറയുന്ന നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ ഏത് വില്ലേജിലാണോ, ഇവിടെ വില്ലേജ് എന്ന് ഞാൻ പറഞ്ഞതാണ്, വില്ലേജിലാണോ താമസിക്കുന്നത് അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. ഒരാഴ്ച താമസം ഉണ്ടായിരിക്കും. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പേയ്മെൻറ്റ് ലോണിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റും. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയാക്കാം. ഇൻഷുറൻസ് ഒക്കെ നമുക്ക് 5 അല്ലെ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന പരിപാടികൾ ഓൺലൈനിൽ കൂടെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി പോകണമെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തീരാവുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരാഴ്ച കൊണ്ട് ചെയ്യും. ഒരാഴ്ചയിൽ നിങ്ങൾക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി വണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വണ്ടിക്ക് ഒരു നമ്പർ പ്ലേറ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് മേടിക്കുന്ന വണ്ടിയല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ സെലക്ട് ചെയ്യാം. അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കയറുക, നിങ്ങൾക്കത് അവൈലബിൾ ആണോ എന്ന് നോക്കുക. ആദ്യത്തെ 2-3 ഡിജിറ്റ് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ വരും, അതിൻ്റെ ഷോർട്ട് ഫോം വരും. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ബാക്കിയുള്ള ലെറ്ററും ബാക്കിയുള്ള നമ്പേഴ്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളത് നോക്കുക. പെർഫെക്റ്റ് ബാർ ആണോ എന്ന് വെച്ചാൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക. ഈ വെബ്സൈറ്റിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അത് പ്രിൻറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ നമ്പർ പ്ലേറ്റ് അടിച്ച് മേടിക്കാം. ഇല്ല നിങ്ങൾ നമ്പർ മാത്രം ബുക്ക് ചെയ്തുള്ളെങ്കിൽ നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ഓഫീസ് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പക്ഷേ ഈ ഓൺലൈനിനേക്കാളും കുറച്ചുകൂടി പൈസ കൂടുതലായിരിക്കും. ഓൺലൈനിൽ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പക്ഷേ അത് ഭയങ്കര ഈസിയാണ്. നിങ്ങളവിടെ രജിസ്ട്രേഷൻ ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്കൊന്നും അറിയില്ല ഇനി എവിടെയാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇത് സെൽഫ് എക്സ്പ്ലെയിൻഡ് ആയിരിക്കും ഇത്. ഇനി ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്നാണോ അപ്പോയിൻമെൻ്റ് ഉള്ളത് അന്ന് രജിസ്ട്രേഷന് വേണ്ടി പോവുക. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക. അവിടുത്തെ ക്ലർക്ക് ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് വണ്ടി രജിസ്റ്റർ ചെയ്ത് തരും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്പർ പ്ലേറ്റിൽ ഇവിടെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ, ഫ്രണ്ടിലും ബാക്കിലും ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ, എമിഷൻ നമ്മുടെ ഫ്രണ്ടിൽ വിൻഷീൽഡിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് തന്നെ ഒട്ടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പർ പ്ലേറ്റ് പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അവരെവിടെയാണ് ചെയ്യേണ്ടതെന്ന് ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഒട്ടിക്കുക. ഈ നമ്പർ പ്ലേറ്റുമായിട്ട് വേണം നിങ്ങൾ ഇനി ഷോറൂമിലോട്ട് പോകാനായിട്ട്. ഇനി പല ഷോറൂമുകാരും ഒരു ചെറിയൊരു പൈസ മേടിച്ചിട്ട് നിങ്ങൾക്കുള്ള ഈ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ അവർ തന്നെ വണ്ടി ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ പേരിലോട്ടാക്കി നമ്പർ പ്ലേറ്റ് ഇട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചെന്ന് വണ്ടി എടുത്താൽ മതി. അല്ല നിങ്ങളൊരു പ്രൈവറ്റ് ആളുടെ കയ്യിൽ നിന്നാണ് വണ്ടി മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നമ്പർ പ്ലേറ്റുമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് പോകാം. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ലെങ്തി പ്രോസസ്സ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. വണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്തെടുത്തു. ഇപ്പോൾ നിങ്ങൾ വണ്ടിയുടെ ഓണറാണ്. ഇനി നിങ്ങൾ വണ്ടി പിക്കപ്പ് ചെയ്യാനായിട്ട് അപ്ഹോളൻ ചെയ്യാനായിട്ട് അപ്ഹോളൻ എന്നാണ് ഇവിടെ ജർമ്മനി പറയുന്നത് നിങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലീനെയൊക്കെ കൊണ്ടുപോവുക, ഫോട്ടോയൊക്കെ എടുക്കുക, അടിപൊളിയായിട്ട് ആഘോഷമായിട്ട് വണ്ടി എടുക്കുക. കാരണം ഇത്രയും കഷ്ടപ്പെട്ടാണ് ഒരു വണ്ടി മേടിച്ചത്. അപ്പോൾ നിങ്ങൾ സേഫായിട്ട് ഇവിടെ ഡ്രൈവ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രോസസ്സ്. ഇതിൻ്റെ വേണ്ട എല്ലാ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 കാറ് മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് ഈ പ്രോസസ്സ് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഞാനിവിടെ കുറച്ച് ടിപ്സ് തരാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങുന്ന വണ്ടി ഒരു 40,000 യൂറോയ്ക്ക് മുകളിലുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങളിവിടെ ഒരു ഗുഡ് ആക്ടർ സർവീസ് എടുക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയി നമ്മൾ വണ്ടി മൊത്തം ചെക്ക് ചെയ്യിപ്പിക്കില്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ചെയ്യുന്നതാണ് ഒരു ഗുഡ് ആക്ടർ സർവീസ്. ഞാനതിവിടെ എഴുതി കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ ലിങ്കിൽ കൊടുക്കാം. നിങ്ങൾ കയറുക. നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒത്തിരി കമ്പനികൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സർവീസ് എടുക്കുക. ആ വണ്ടി മൊത്തം ഇൻസ്പെക്ട് ചെയ്യിപ്പിക്കുക. കാരണം ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു പ്രീമിയം കാറാണ് നിങ്ങൾ മേടിക്കുന്നത്. അതുകൊണ്ട് ഇത് ചെറിയൊരു 250 അല്ലെങ്കിൽ 300 യൂറോയോ അതിനാവുകയുള്ളൂ. പക്ഷേ അത് നിങ്ങൾക്ക് വെർത്തായിരിക്കും. അവരൊരു PDF ആയിട്ട് ഫുൾ റിപ്പോർട്ട് നിങ്ങൾക്ക് അയച്ചു തരും.
പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ ഒരു ടിപ്പ് തരാം. നിങ്ങളുടെ വൈഫോ ഹസ്ബൻഡോ നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വണ്ടി മേടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും, പക്ഷെ നിങ്ങളുടെ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ പേരിൽ വണ്ടി മേടിക്കുക, നേഴ്സിൻ്റെ പേരിൽ വണ്ടി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 250 യൂറോ അല്ലെങ്കിൽ 300 യൂറോ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും ഇൻഷുറൻസ് എടുക്കുമ്പോൾ. മിക്ക ഇൻഷുറൻസ് കമ്പനികളും അത് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ചോദിച്ചു നോക്കണം. ഓഫൻലിഷ ഡീൻസ്റ്റ് എന്ന് വെച്ചാൽ പബ്ലിക് സർവീസായിട്ട് അവർക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ ഒരു ചെറിയ ഡിസ്കൗണ്ട് കിട്ടും. കൂടാതെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വണ്ടി മേടിക്കുമ്പോൾ അവരുടെ അടുത്ത് ഡിസ്കൗണ്ട് തരാൻ പറ്റില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സർവീസ് 2-3 സർവീസ് കൂടുതൽ തരാൻ പറ്റുമോ, ഗ്യാരണ്ടി 1-2 വർഷത്തെ ഗ്യാരണ്ടി അഡീഷണൽ തരാൻ പറ്റുമോ. പിന്നെ വിൻ്റർ ടയേഴ്സ് ഇതിൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ അവർ ഷോറൂമിൽ നിന്നാണ് നിങ്ങൾ വണ്ടി മേടിക്കുന്നതെങ്കിൽ അവർക്ക് ആക്ച്വലി ഒത്തിരി ടയേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊന്ന് നിങ്ങൾക്ക് വേണ്ടി ടയർ തരിക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഡീലായിരിക്കില്ല. അവർ പറയും എൻ്റെ മാനേജറിനോട് ചെക്ക് ചെയ്യണം. അപ്പോൾ പറയും ഒന്നൊക്കെ ചെക്ക് ചെയ്യുക, പക്ഷെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കേസുകളിൽ ഒരു 100 യൂറോയും കൂടിയൊക്കെ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെറ്റ് വിൻ്റർ ടയേഴ്സ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ നല്ല പൈസ കൊടുത്ത് മേടിക്കേണ്ടതായിരിക്കും. ഇനി എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വണ്ടി പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ ഇല്ലേ, നിങ്ങൾ ഒരു BMW വണ്ടിയെ മേടിക്കുന്നത്, ഒരു എക്സാമ്പിളിന് നിങ്ങൾ ചോദിക്കുക BMW തന്നെ ഒരു കീ ചെയിൻ കിട്ടുമെന്ന്. പുറത്തുനിന്ന് മേടിക്കുന്ന നല്ല വിലയായിരിക്കും. അപ്പോൾ ഷോറൂമിൽ നിന്നാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു അഡീഷണൽ ബോണസാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടറി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒത്തിരി കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഹൗസ് ബിൽഡിംഗ് ഇവിടെ ചെയ്യാം, എങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് പഠിക്കാൻ ജർമ്മനിയിലോട്ട് വരാം, ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന്. നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് കുറച്ച് ടൈം കുറവുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആൽഫി ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാനും കുഞ്ഞൻ തന്നെയുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ചില കമൻറ്റുകൾക്ക് റിപ്ലൈ തരാനായിട്ട് നമ്മൾ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ തരുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത്. പക്ഷേ കമൻറ്റ് ചെയ്യണം നിങ്ങൾ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ, നമ്മുടെ ഫാമിലിയുടെ ഒരു മെമ്പർ ആവണം. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരു യൂസ്ഫുൾ കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ നിങ്ങളുടെ ക്ലൗഡ് മല്ലു ചാൾസ് സൈനിങ് ഓഫ്. വണക്കം മച്ചാമാരെ.